രാവിലെ 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എറണാകുളത്താണ് ഊബർ ഓടുന്നത്. രാവിലെ 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ രാത്രി 10 മണി വരെ വർക്ക് ചെയ്തു. രാത്രി 10 മണി വരെ വർക്ക് ചെയ്തപ്പോൾ എന്താ പറയുക, ഉണ്ടായിരുന്ന കിട്ടിയ എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3587.57. ഇതാണ് കിട്ടിയ എമൗണ്ട്. ഇതിലെ CNG ആയത് 1311 രൂപ CNG. പിന്നെ 800 രൂപ റെൻറ്റ്, 1311 പ്ലസ് 800 റെൻറ്റ് 2011 അല്ല 2111 രൂപ ടോട്ടല് നമ്മുടെ കയ്യിൽ നിന്ന് പോയി. റെൻറ്റും പിന്നെ CNGയും കൂടെ. $3587 മൈനസ് 2111 1476 രൂപയാണ് ഇന്നേക്ക് നമുക്ക് ടോട്ടൽ പണിയെടുത്തതിന് ശമ്പളമായിട്ട് കിട്ടിയത്. ഇതാണ് ഒരു ദിവസത്തെ ഊബറിൻ്റെ വരുമാനം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, സ്വന്തം വണ്ടി എടുക്കുന്നത് ബെറ്റർ. സ്വന്തം വണ്ടിയാണെങ്കിൽ ഒരു ദിവസം 800 രൂപ റെൻറ്റ് കൊടുക്കുന്നത് അപേക്ഷിച്ച് നോക്കുമ്പോൾ 800 രൂപ പറയുന്നത് 10-30 ദിവസം കൊടുത്തു കഴിഞ്ഞാൽ 24,000 രൂപ ആയി. 24,000 രൂപ പറയുന്നത് വലിയൊരു എമൗണ്ടാണ്. അതിപ്പോൾ സ്വന്തം വണ്ടി എടുത്തിട്ട് 12,000 രൂപ അടവായാലും ബാക്കി 12,000 രൂപ കയ്യിൽ നിൽക്കും. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് സ്വന്തം വണ്ടി എടുക്കുന്നതാണ്. അപ്പോൾ ആലോചിച്ചും കണ്ടും തീരുമാനം എടുത്തിട്ട് ഊബറിലേക്ക് ഇറങ്ങുക. അല്ലാണ്ട് സ്റ്റാർട്ട് ചെയ്ത് ചാടിക്കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല രീതിക്ക് 10-14 മണിക്കൂർ പണിയെടുത്താൽ തന്നെ ഒരു 1000 രൂപയുടെ മേലെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നോക്കിയും കണ്ടും ചെയ്യുക. അപ്പോൾ പറയാൻ വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ വരുമാനം എപ്പോഴും ഉണ്ടാവില്ല. ഇത് ആകെ വെള്ളി, ശനി, ഞായർ, തിങ്കൾ ഈ 4 ദിവസങ്ങളിൽ മാത്രം തന്നെ അത്യാവശ്യം വരുമാനം ഇവിടെ ഉള്ളൂ. എറണാകുളത്ത് അത്യാവശ്യം വരുമാനം ഈ 4 ദിവസങ്ങളിലേ ഉള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങളിൽ ഭയങ്കര ഡള്ളാണ്. നമുക്ക് റെൻറ്റും CNGയും പോകെ ഒരു 500 രൂപ നിന്നു നമ്മൾ ഓടുന്ന പോലെ ഉണ്ടാവും. പക്ഷേ ഇപ്പം ഞാൻ പണിയെടുത്ത് തന്നെ 10-14 മണിക്കൂർ പണിയെടുത്തിട്ടാണ് ഈ ഇത്രയും എമൗണ്ട് കിട്ടിയത്. അപ്പോൾ ഈ ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ ഈ എമൗണ്ട് പോലും കിട്ടില്ല. ഏകദേശം ഒരു 1000 രൂപൻ്റെ ഉള്ളിൽ കിട്ടിയാൽ കിട്ടി. ഭയങ്കര ഡള്ളായിരിക്കും ഓട്ടം. അപ്പോൾ എറണാകുളത്ത് ഊബർ ഓടിയിട്ട് വലിയ മെച്ചമൊന്നുമില്ല. പണിയെടുത്തുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു 1000 രൂപയുടെ മേലെ നിൽക്കും, അത്ര തന്നെ. അതും നല്ല രീതിക്ക് ഒരു 12 മണിക്കൂറിൻ്റെ മേലെ. ഈ 8 മണിക്കൂറൊന്നും 8 to 9 hours ജോബൊന്നും ചെയ്തിട്ട് ഒരു തേങ്ങയും കിട്ടില്ല, ഒന്നും കിട്ടില്ല. അപ്പോൾ എറണാകുളത്ത് ഊബർ ഓടുന്നത് അത്യാവശ്യം നഷ്ടം തന്നെയാണ്. പിന്നെ സ്വന്തമായിട്ട് വണ്ടി എടുത്താൽ നല്ല ലാഭം ഉണ്ടാവും. അപ്പോൾ ഇനി അടുത്തതായിട്ട് എറണാകുളത്ത് നൈസായിട്ട് സ്കൂട്ടാണ്. എന്നിട്ട് അടുത്ത് ചെന്നൈയിൽ ഇത്തിരി അത്യാവശ്യം നല്ല ഓട്ടം ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇനി അടുത്തത് ചെന്നൈയിൽ പോയിട്ട് വീഡിയോ കാണാം. ഈ 1 മാസത്തിനുള്ളിൽ ചെന്നൈക്ക് തിരക്കണം. അപ്പോൾ അടുത്ത കളികൾ ചെന്നൈയിൽ. ഓക്കെ, ബൈ.